മാഷെ, അമേരിക്ക അല്ലെങ്കിൽ US എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും മുഖത്ത് അല്ലെങ്കിൽ ചുണ്ടിൽ ഒരു ചിരി വരും. ആ ചിരിക്ക് ഒരു പുച്ഛം കൂടി കലർന്നിട്ടുള്ള ചിരിയാണ് എന്നുള്ളതാണ്. സത്യത്തിൽ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം തകർന്നു തുടങ്ങി എന്നുള്ളതിൻ്റെ പല തെളിവുകൾ നമുക്ക് ദിനം പ്രതി വരുന്നുണ്ട്. പക്ഷെ ആരും അത് നോട്ടീസ് ചെയ്യുന്നില്ല. അതായത് ഈ ട്രംപ് പറയുന്ന പല പുറംപൂച്ചുകളുടെ ചുവട് പിടിച്ചുള്ള സംസാരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പുറത്തു വന്ന ഒരു വാർത്ത, കണ്ണിലുടക്കിയ വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയിലെ നഗരങ്ങളിൽ ടെന്റ് കോളനികൾ നിറയുന്നു എന്നൊരു വാർത്തയാണ്. പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ടെന്റ് കോളനി അതിനെന്താ എന്ന് നമുക്ക് തോന്നിപ്പോവും. സാധാരണ നമ്മളത് ഓടിച്ചു വിടും. അതേസമയം ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെയോ ഇങ്ങനെ ഇന്ന് എന്താ ഈ പറഞ്ഞു വെച്ചിരിക്കണേന്ന് ഓർത്ത് നോക്കും. പക്ഷെ ഇതൊരു സംസാരിക്കേണ്ട വിഷയമാണ് എന്ന് തോന്നുന്നു. കാരണം ടെന്റ് കോളനികൾ നിറയുക എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന്, അതിന്റെ കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോയി തുടങ്ങിയതിന്റെ ഒരു നേർസാക്ഷ്യം കൂടിയായി നമുക്ക് കണക്കുകൂട്ടിക്കൂടെ? തീർച്ചയായിട്ടും ഈ അമേരിക്ക തിളങ്ങുന്നു അല്ലെങ്കിൽ അമേരിക്ക ലോകത്തിലെ വമ്പനാണ് എന്ന് കണ്ടിരുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, അമേരിക്കൻ ഭരണകൂടം ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കാനും ലോകത്തെ മുഴുവൻ കീഴടക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയുടെ ഭരണകൂടത്തിൻ്റെ ശക്തി, സായുധ ശക്തി, അമേരിക്കയുടെ ഒരു സൈനികമായ ശക്തിയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരുന്നത്. രണ്ടാമത്തെ കാര്യം, അമേരിക്കയിൽ നിന്ന് ഈ പുത്തൻ സാങ്കേതിക വിദ്യയുടെ കോർപ്പറേറ്റ് കമ്പനികൾ ഉയർന്നു വരുന്നു. അതുകൊണ്ടാണ് ഈ സിലിക്കൺ വാലി എന്നൊക്കെ പറയുന്ന പ്രയോഗം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ്. അവിടെ നിന്നാണ് ഗൂഗിൾ ഉണ്ടാകുന്നത്, അവിടെ നിന്നാണ് ഈ പറയുന്ന കമ്പനികളൊക്കെ ഉണ്ടാകുന്നത്, ഏറ്റവും പുതിയ മൈക്രോസോഫ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ പുതിയ ലോകത്തെ കീഴടക്കുന്ന തരത്തിലുള്ള മാധ്യമങ്ങളുടെ ഒരു വലിയ ഭീമന്മാർ അവിടെ നിന്നുണ്ടാകുന്നു. അവർ ശതകോടീശ്വരന്മാരാകുന്നു. ഭരണകൂടത്തിൻ്റെ തേരോട്ടം ലോകം മുഴുവൻ നടക്കുന്നു. അപ്പോൾ ഭരണകൂടത്തെയും കോർപ്പറേറ്റുകളെയുമാണ് അമേരിക്കയുടെ ശക്തിയായിട്ട് നമ്മൾ കണ്ടത്. ഒരിക്കലും ലോകം വളരെ സൂക്ഷ്മമായിട്ട് അമേരിക്കൻ ജനതയിലേക്ക് കണ്ണയച്ചിട്ടില്ല. അമേരിക്കയിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു നമ്മൾ അന്വേഷിക്കാറില്ല. നമ്മൾ പിന്നെ മൂന്നാമത് അമേരിക്കയെ അറിയുന്നത് ഇവിടുന്ന് പോയി കഷ്ടപ്പെട്ട് അമേരിക്കയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരെ കുറിച്ച് നമ്മളെപ്പോഴും കൺസേൺഡ് ആണ്. അവരാണെങ്കിൽ സേഫാണ്. കാരണം അവർക്ക് മാന്യമായി കഠിനാധ്വാനം ചെയ്തിട്ടാണെങ്കിൽ അവർ മാന്യമായി ജീവിക്കുകയും മാന്യമായി സമ്പാദിക്കുകയും ചെയ്തുകൊണ്ടും നമുക്ക് അമേരിക്കയെക്കുറിച്ച് നല്ലതേ പറയാനുണ്ടായിരുന്നുള്ളൂ. നാലാമത്തെ ഒരു കാര്യം, ഈ പറയുന്ന പോലെ അമേരിക്കൻസ് എന്ന് പറയുമ്പോൾ വളരെ റിച്ച് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ്. ഈ നാലാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, അമേരിക്ക ലോകത്തിൽ എവിടെ ഈ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങൾ നേരിട്ടാൽ അമേരിക്ക ചെന്ന് അഭയം കൊടുക്കും. അപ്പോൾ അവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ നാട്, സമൃദ്ധിയുടെ ഒരു നാട്, ഈ പുത്തൻ സാങ്കേതിക വിദ്യയുടെ നാട്, 4 സൈനിക ശക്തിയുടെ നാട്, ഈ 4 മേഖലയിലാണ് അമേരിക്കയെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പോഴും നമ്മൾ ബോധപൂർവം തന്നെ ശ്രദ്ധിക്കാൻ താല്പര്യം കാണിക്കാതെ പോയതാണ് ഈ അമേരിക്കൻ ജനതയുടെ, സാധാരണക്കാരായ അമേരിക്കൻ ജനതയുടെ. ഇതിലൊന്നും പെടാത്ത മനുഷ്യരാണല്ലോ മഹാഭൂരിപക്ഷം. അവരുടെ സാധാരണ ജീവിതം എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഈ റെൻ്റൽ ഹൗസിംഗ് ഓഫ് അമേരിക്ക എന്നുകൊണ്ട് 2024 വരെയുള്ള ഒരു കണക്ക് വെച്ചുകൊണ്ട് പുറത്തു വന്ന റിപ്പോർട്ട്. പ്രത്യേകിച്ച് അമേരിക്കൻ നഗരങ്ങളിലെ ഭവന പ്രശ്നം, ആളുകൾ കിടപ്പാടമില്ലാതെ അലയുന്ന നഗരവ്യവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ലോസ് ആഞ്ചൽസ്, 3 നഗരങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ടിലുണ്ട്. ലോസ് ആഞ്ചൽസ്, ന്യൂയോർക്ക്, സാൻ ഫ്രാൻസിസ്കോ. ഈ 3 നഗരങ്ങളിലെ ജനങ്ങൾ, ഉൾപ്രദേശങ്ങളിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും ഇനിയും കണ്ടെത്തേണ്ടതാണ്. പക്ഷേ അവരെവിടെ കിടന്നുറങ്ങിയാലും ആളുകൾ അറിയില്ല. ഗ്രാമങ്ങളിലാണ് പ്രകൃതി സുന്ദരമായ എവിടെയെങ്കിലുമൊക്കെ കിടന്നോളും. പക്ഷേ നഗരങ്ങളിൽ വളരെ പ്രകടമാണത്. ഇപ്പോൾ ഈ ലോസ് ആഞ്ചൽസിലെ കണക്ക്, ഇപ്പോൾ ഒരു നഗരത്തിലെ, ഒരു അമേരിക്കൻ സിറ്റിയിലെ 75,000 മനുഷ്യർക്ക് കിടപ്പാടമില്ല, കിടന്നുറങ്ങാൻ കൂരയില്ല. ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്നിട്ട് അവരെവിടെ കിടക്കുന്നത്? ഒന്ന് ഈ ടെൻറ്റിങ്, അതാണ് ഈ ടെൻ്റ് ഒരു പ്രധാനപ്പെട്ട വിഷയമാകുന്നത്. രാത്രിയാകുമ്പോൾ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ടെൻറ്റ് കെട്ടിയിട്ട്, അപ്പോൾ അവൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എന്താ, സഞ്ചരിക്കുന്ന അവൻ്റെ കൂടെ അവൻ്റെ വാഹനത്തിലോ ഒക്കെ കൂടെ കൊണ്ട് നടക്കുന്ന ടെൻറ്റുകളുണ്ടല്ലോ, നമ്മൾ ടൂർ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ടെൻറ്റുകളാണ് അവൻ്റെ വീട്. അത് എവിടെയെങ്കിലും ഒന്ന് ചരിച്ച് കെട്ടിയിട്ട് രാത്രിയിൽ വലിയ ശല്യമില്ലാതെ, പോലീസൊന്നും ശല്യപ്പെടുത്താത്ത എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കിടന്നുറങ്ങും. അല്ലെങ്കിൽ പാലത്തിൻ്റെ ചുവട്ടിൽ, ഞാൻ അറേബ്യൻ നഗരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പാലത്തിൻ്റെ ചുവട്ടിൽ എന്നും കിടന്നുറങ്ങുന്ന മനുഷ്യർ. ഇത് അറേബ്യയിൽ വന്ന ഈ ആഫ്രിക്കൻ നാടുകളിൽ നിന്നൊക്കെ അറേബ്യയിലേക്ക് കുടിയേറിയ പാവങ്ങളായ മനുഷ്യർ, അഭയാർത്ഥികളാണ്. അവർക്ക് അറേബ്യയിൽ ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. കഷ്ടപ്പെട്ട് എരന്നും പിച്ചയെടുത്തും ചെറിയ ജോലികൾ ചെയ്തുമൊക്കെ ജീവിക്കുന്നവരാണ്. അവരെപ്പോലുള്ളൊരവസ്ഥ അമേരിക്കൻ നഗരത്തിൽ ആലോചിച്ച് നോക്കൂ. ന്യൂയോർക്കിൽ, ഈ പറഞ്ഞ സാൻ ഫ്രാൻസിസ്കോയിൽ,
അതുപോലെ ഉള്ള നഗരം ലോസ് ആഞ്ചൽസിൽ. അപ്പൊ അവിടെ 70,000 ലോസ് ആഞ്ചൽസിലെ 70,000 പേർക്ക് 75,312 എന്ന് പറഞ്ഞാൽ 75,000-ലേറെ പേർക്ക് ഒരൊറ്റ നഗരത്തിൽ അന്തി ഉറങ്ങാൻ ഇടമില്ല എന്ന അവസ്ഥ വന്നിരിക്കുന്നു. ന്യൂയോർക്കിലെ സ്ഥിതി അതിനേക്കാളും കഷ്ടമാണ്. ന്യൂയോർക്കിലെ സ്ഥിതി 1,00,000-ലേറെ 1,04,000 പേർക്ക് ന്യൂയോർക്ക് എന്ന ലോകോത്തരമായ ഒരു നഗരത്തിൽ മാത്രം കിടന്നുറങ്ങാൻ സ്ഥലമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വലിയ നഗരമാകട്ടെ, എത്ര വമ്പൻ നഗരമായിക്കോട്ടെ, ആ നഗരത്തിൽ ഓരോ രാത്രിയും 1,00,000 പേര്, 1,00,000-ലേറെ 1,04,000 പേര് ആ നഗരത്തിൻ്റെ തെരുവുകളിൽ കിടന്നുറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? മാത്രമല്ല തെരുവുകളിൽ ഈ മഞ്ഞും പുകയും ഏൽക്കാതിരിക്കാൻ വേണ്ടി ടെൻറ്റും കൂടി കെട്ടിയാൽ ടെൻറ്റുകളുടെ സിറ്റി ആയിട്ട് മാറൂല്ലേ ന്യൂയോർക്ക്? ആലോചിച്ച് നോക്കൂ. ടെൻറ്റുകളുടെ സിറ്റി, അല്ലെങ്കിൽ പാലത്തിൻ്റെ ചോട്ടിൽ ഈ അതും അല്ലെങ്കിൽ ഷെൽട്ടറുകളുണ്ട്. ഇങ്ങനെ അതൊന്നും എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? സാൻ ഫ്രാൻസിസ്കോയിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ പരമാവധി അവർ അതിന് ഈ പരമാവധി ആളുകളെ അഭയം കൊടുക്കാനുള്ള സ്കീമുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പോലും മുഴുവനായിട്ടില്ല. ഇപ്പോഴും ആളുകൾ പുറത്ത് കിടന്നുറങ്ങുന്നു. അത് 2020 അത് 1,108 ഇപ്പൊ അത് ഏതാണ്ട് 165 കുറച്ചു എന്നൊക്കെയാണ് അവർ. സാൻ ഫ്രാൻസിസ്കോ താരതമ്യേന ചെറിയ നഗരമാണ്. അപ്പോൾ 2,000-ലേറെ പേര് അവിടെ അന്തി ഉറങ്ങാൻ ഇടമില്ലാത്തവരായിരുന്നു. അതിൽ പലതരത്തിലുള്ള സർക്കാർ പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ടാണ് അതിനെ ഇപ്പോഴും തീർന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ 3 നഗരങ്ങളിലെ ഹൗസിങ്ങിന്റെ ഇഷ്യൂ ആണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി നഗരങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? ഇത് മേജർ സിറ്റീസ് ആണ്. അതിൽ തന്നെ വാഷിങ്ടൺ DC വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള നഗരങ്ങളൊക്കെ എടുത്തു നോക്കൂ. ഇനിയിപ്പോൾ ഇവർ പറയുന്നത്, നമ്മൾ ഈ പറയുന്ന സിലിക്കൺ വാലി ഒക്കെ ഉണ്ടല്ലോ, ഈ നഗരങ്ങളൊക്കെ, പെൻസിൽവാനിയ, അങ്ങനെയുള്ള നഗരങ്ങളൊക്കെ എടുത്താൽ എന്തായിരിക്കും സ്ഥിതി? അത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതൊരു സൂചനയാണ്. ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് എന്ന് പറയുമ്പോൾ ഒരു സൂചനയാണ്. ഇതാണ് സ്ഥിതിയെങ്കിൽ അമേരിക്കക്കാരിൽ മഹാഭൂരിപക്ഷത്തിനും കിടന്നുറങ്ങാൻ കിടപ്പാടമില്ല. എന്നിട്ടോ എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന റിപ്പോർട്ട് പറയുന്നുണ്ട്. അടിസ്ഥാന കാരണം, ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, മനുഷ്യന് അവിടെ പണിയെടുക്കുന്ന മഹാഭൂരിപക്ഷം പേരുടെയും വരുമാനത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റിയ, വരുമാനം കൊണ്ട് അവർക്ക് താങ്ങാൻ പറ്റിയ തരത്തിലുള്ള ചെറിയ വീടുകൾ ലഭ്യമല്ല. അങ്ങനെ വേണമല്ലോ. ഇപ്പോൾ മിക്ക ആളുകളുടെയും സമ്പാദ്യത്തിൻ്റെ, കിട്ടുന്ന ശമ്പളത്തിൻ്റെ 30% വീടിന് വാടക കൊടുക്കണം. ആലോചിച്ച് നോക്കും. $1,000 ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് ഏതാണ്ട് $300 വാടക മാത്രം കൊടുത്താൽ, അതും ഒരു കൊച്ചു മുറിയിൽ വാടക കൊടുക്കാൻ പറ്റണം. അതിന് പോലും ലഭ്യമല്ല. ആവശ്യത്തിന് ഈ സ്വന്തം നാട്ടുകാർക്ക് താമസിക്കാൻ വീട് വേണമെന്ന ചിന്ത ഈ ലോകോത്തര രാജ്യത്തിൻ്റെ അജണ്ടയിൽ വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഇന്ത്യക്ക് പോലും ഉണ്ട്, എല്ലാ ദരിദ്ര രാജ്യങ്ങൾക്കും ഉണ്ട്. രാജ്യത്തിൻ്റെ വെൽഫെയർ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യൻ്റെയും രക്ഷയാണ്. ആ ചിന്ത അമേരിക്കക്ക് വന്നിട്ടില്ല എന്നർത്ഥം. 2, വാടക കൊടുക്കാൻ ഇവർക്ക് വരുമാനമില്ല. എന്നുവെച്ചാൽ തൊഴിലിലെ വരുമാനം കൂടുന്നതിനനുസരിച്ച് അതിനേക്കാളും വേഗത്തിലാണ്, യുദ്ധകാല വേഗതയിലാണ് ഇതിൻ്റെ വരുമാനം ഇതിൻ്റെ വാടക കൂടുന്നത്. വരുമാനം കൂടുന്നതിനേക്കാളും വേഗത്തിൽ, ഉയരത്തിൽ വാടക കൂടുകയാണ്. അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വാടകയ്ക്ക് ചെറുകിട വീടുകൾ കിട്ടാനില്ല. വേറൊന്ന്, വാടക കൊടുക്കാതാവുമ്പോൾ എന്താ ചെയ്യുക? കുടിയിറക്കും. അതിനാണ് എവിക്ഷൻ എന്ന് അവർ പറയുക. നമ്മൾ പണ്ട് കേട്ട മുദ്രാവാക്യമാണ് അത്. കുടിയിറക്കം നിരോധിച്ച സംസ്ഥാനമാണ് നമ്മളെ രാജ്യം. കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ ആദ്യത്തെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ 10-11 ദിവസം ചെയ്തത് കുടിയിറക്കം നിരോധിക്കില്ല. അത് രാജ്യത്തിൻ്റെ വെൽഫെയറാണ്, അവകാശമാണത്. എവിടെയാണോ കിടന്നുറങ്ങുന്നത് അവിടുന്ന് ഇറക്കി വിടരുത്, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ആലോചിക്കാം. അങ്ങനെ കുടിയിറക്ക നിരോധന നിയമം വേണമെന്ന് അമേരിക്കയിലേ ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലും ഇന്ത്യയിലൊന്നല്ല. കുടിയിറക്കം നിരോധിക്കണം. ഞങ്ങൾ വാടക കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ, ന്യായമായി ഞങ്ങൾക്ക് വരുമാനമില്ലാഞ്ഞിട്ടാണ് വാടക കൊടുക്കാത്തതിൻ്റെ പേരിൽ ഞങ്ങളെ ഇറക്കി വിടരുത് എന്ന വലിയ മുറവിളി മുഴങ്ങുകയാണ്. 1, ഹൗസിംഗ് പദ്ധതികൾ. ഇപ്പോൾ പകരം എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ പറഞ്ഞ ബ്രിഡ്ജ് ഹൗസിംഗ്, പാലത്തിൻ്റെ ചുവടുകളൊക്കെ കൊച്ചു കൊച്ചു വീടുകളാക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന ബെഡ് അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീടില്ലാത്തവർക്ക് എത്ര അംഗങ്ങളുണ്ടോ അവർക്ക് ഓരോരുത്തർക്കും ബെഡ്, വലിയ വലിയ കെട്ടിടങ്ങൾക്കകത്ത് ബെഡുകൾ കൊടുക്കുക. നമ്മൾ പറയില്ലേ, നമ്മൾ ഈ ഡോർമെട്രി സംവിധാനം, ഒരു ഡോർമെട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും താമസിക്കാനുള്ള ടീമിനല്ല, ഒരു ബെഡ് ഒരാൾക്ക് കൊടുക്കും. അങ്ങനെയുള്ള ബെഡ്റൂം സംവിധാനങ്ങൾ. വീടില്ല എന്ന് അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബെഡിൽ പോയി കിടന്നുറങ്ങാം. നമ്മുടേതാവില്ല വീട്, നമ്മുടേതല്ല കെട്ടിടം, നമ്മുടേതല്ല മണ്ണ്, നമ്മുടേതല്ല ഭൂമി.
പോയി അവിടെ ഒരു ബെഡിൽ കിടന്നുറങ്ങാനുള്ള അവകാശം നമുക്ക് റേഷൻ കാർഡ് പോലെ തരും, ആശുപത്രിയിൽ ഒരു ബെഡ് കിട്ടുന്നത് പോലെ തരും. അങ്ങനെയൊക്കെയുള്ള സ്കീമാണ്. ഇപ്പോഴും നമ്മൾ ഒരു പ്രാകൃത രാജ്യത്ത് ചെന്നുപെട്ടതുപോലുള്ള ഒരവസ്ഥയാണ് മിക്ക അമേരിക്കൻ നഗരങ്ങളിലും ചെന്നുപെട്ടാൽ കാണാനുള്ളത് എന്നാണ് എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ വമ്പിച്ച വികസിത രാജ്യം എന്ന് വിളിക്കുന്ന ഒരു രാജ്യം, ലോകത്തെ വിറപ്പിക്കുന്ന രാജ്യം, ലോക പോലീസ് എന്ന് നടിക്കുന്ന രാജ്യം, ലോകത്തിലെ സകല പുരോഗതിയുടെയും കേന്ദ്രം എന്ന് വിചാരിക്കുന്ന ഒരു രാജ്യം, ഈ ശൂന്യാകാശം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം, അങ്ങനെയുള്ള നാസയുടെ രാജ്യം, അങ്ങനെയൊക്കെയുള്ള നമ്മൾ പറയുക. ആ രാജ്യത്തിൻ്റെ യഥാർത്ഥ ജനജീവിതത്തിൻ്റെ സ്ഥിതി എന്താണ്? അത് അങ്ങേയറ്റം ദുരിതമയമാണ്. എന്ന് പറഞ്ഞാൽ പുറം ലോകം അറിയാത്തൊരു അമേരിക്കയുണ്ട്. ആ അമേരിക്കയുടെ തിളങ്ങുന്ന മുഖത്തിൻ്റെ, ജ്വലിക്കുന്ന മുഖത്തിൻ്റെ ഒരു മറുമുഖമുണ്ട്. ആ മറുമുഖമാണ് ഈ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കണം. കാരണം അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ലോകമറിയാത്ത അമേരിക്ക, ലോകമറിയാത്ത ഇരുണ്ട അമേരിക്ക, അമേരിക്കയിലെ ജനജീവിതത്തിൻ്റെ കണ്ണീരും കഷ്ടപ്പാടും അത് ലോകം അറിഞ്ഞു തുടങ്ങേണ്ടിയിരിക്കുന്നു. നമ്മളത് തുടക്കം കുറിക്കുന്നു. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.